മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചെറിയ ക്ലാസ്സുകളിൽ സ്ട്രെയിറ്റ് ലൈനുകളെക്കുറിച്ചും സ്ട്രെയിറ്റ് ലൈനുകളുടെ സ്ലോപ്പിനെ കുറിച്ചും നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഇഫ് x1 y1 ആൻഡ് x2 y2 are any two points on a straight line, then slope of this straight line is defined as slope equal to y2 minus y1 divided by x2 minus x1. That is, change of y over the change of x is called the slope of a straight line എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സപ്പോസ് ദ ചേഞ്ച് ഓഫ് y ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ y ആൻഡ് ചേഞ്ച് ഓഫ് x ആസ് ഡെൽറ്റ x, then the ratio delta y by delta x is called the slope of this straight line. That is, rate of change of y, rate of change of y with respect to x is called the slope of this straight line. In the case of straight lines, this slope is always constant, but in the case of curves like this, the slope need not be constant. സ്ട്രെയിറ്റ് ലൈനുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാ പോയിന്റുകളിലും ഈ കർവുകളുടെ കാര്യത്തിൽ സ്ലോപ്പ് സെയിം ആയിക്കൊള്ളണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ സ്ലോപ്പ് ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ കേസിൽ സ്ട്രെയിറ്റ് ലൈനുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇഫ് വി കൺസിഡർ 2 points ഓൺ ദിസ് കർവ് ആൻഡ് സപ്പോസ് വി ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ഈസ് ദ സീക്കൻഡ് ലൈൻ. ഇങ്ങനൊരു സീക്കൻഡ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകൾ അറിയാമെങ്കിൽ ഈ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പോയിന്റ് സപ്പോസ് നമുക്ക് കിട്ടുന്നത് ഇത് x0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ലെങ്ത് ആണെങ്കിൽ ആ ലെങ്ത് y1 എന്നും കൂടിയാണ് നമുക്ക് y0 എന്നാണ് പറയാൻ കഴിയുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദിസ് പോയിന്റ് ഇസ് y0. ഈ പോയിന്റിനെ നമ്മൾ പറയുന്നത് x0 y0 എന്ന് പറയും. അതായത് ഇനി ഈ പോയിന്റ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു x1 എന്ന് പറയുന്ന പോയിൻ്റാണെന്ന് വിചാരിക്കാം. അതായത് x0 നിന്നും ഒരു ഡെൽറ്റ എക്സ് ചേഞ്ച് കൂടെ കൂട്ടി ഈ പോയിന്റ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഒരു ലെങ്ത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് ദിസ് ലെങ്ത് ഈസ് ഡിനോട്ടഡ് ആസ് എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ്. ഈ y0 എന്ന് പറയുന്നതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് x0 എന്നാണ് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x0 y0 അല്ലെങ്കിൽ x0 എഫ് ഓഫ് x0 എന്നാണ് പറയാൻ പറ്റുക. അതുപോലെ ഈ പോയിന്റ് നമ്മൾ പറയുന്നത് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പോയിന്റും അതിൻ്റെ വാല്യൂവും എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് നമ്മൾ പറയും. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഈ രണ്ട് പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഡെഫിനിഷൻ അനുസരിച്ച് എന്ത് കിട്ടും? സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് ലൈൻ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ പോയിന്റിനെ നമുക്ക് x2 എന്നും ഇത് y2 എന്നുമാണ്. അതുപോലെ ഇതിനെ x1 y1 എന്നാണ് എഴുതുന്നതെങ്കിൽ y2 മൈനസ് y1 എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് y1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എഫ് ഓഫ് x0 ആണ്, ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ x2 എന്ന് പറയുന്നത് x0 പ്ലസ് ഡെൽറ്റ എക്സ് ആണ്, മൈനസ് x1 ഈസ് ഹിയർ x0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ പിന്നെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഡെൽറ്റ എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സപ്പോസ് നമ്മുടെ ഈ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഒരു ഫംഗ്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ക്വാണ്ടിറ്റിയെ ദാറ്റ് ഈസ് എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എന്ന് പറയാം. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും.
ഇവിടെ ഈ ഡിസ്റ്റൻസിന് നമ്മൾ ഡെൽറ്റ എക്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡെൽറ്റ എക്സ് എന്ന് പറയുക. ഇതിനെ ഈ കാണുന്നതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയും. അതിനെ ഡെൽറ്റ വൈ എന്നും പറയാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റിയാണ് ഈ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ എഴുതിയ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഈ സീക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് അല്ല കണ്ടുപിടിക്കേണ്ടത്, ഈ കർവിൻ്റെ സ്ലോപ്പ് ഓരോ പോയിന്റിലും എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കർവിൻ്റെ സ്ലോപ്പ് ഈ പോയിന്റിലാണെന്നിരിക്കട്ടെ, പി എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ കാണുന്ന സീക്കൻഡ് ലൈനിനെ നമ്മൾ ഇങ്ങനെ ചെറുതായി ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇതുപോലൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ഈ പോയിന്റിൽ കർവിൻ്റെ സ്ലോപ്പും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നതിന് വേണ്ടി ഈ സീക്കൻഡ് ലൈൻ എങ്ങനെയാണ് മാറ്റുക? ഈ കാണുന്ന പോയിന്റുകൾ എങ്ങനെ ഡിസ്റ്റൻസ് ചെറുതാക്കി കൊണ്ടുവന്നാൽ മതി. അതായത് ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ നമുക്ക് സീക്കൻഡ് ലൈൻ ഇങ്ങനെയായി മാറും, ഇങ്ങനെയാവും. ഇനി ഇവിടെയാകുന്ന സമയത്ത് സീക്കൻഡ് ലൈന് ഇങ്ങനെ ചുരുങ്ങും. ഇനി വീണ്ടും ചെറുതാക്കി ഇങ്ങോട്ടായി അവസാനം ആ പോയിന്റിലൂടെ ജസ്റ്റ് ആ പി എന്ന് പറയുന്ന പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ആ പോയിന്റിനെ കർവിനെ ജസ്റ്റ് ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് കടന്നു പോകുന്ന സ്ട്രേറ്റ് ലൈനാണ് കിട്ടുക. ഈ സ്ട്രേറ്റ് ലൈൻ നമ്മൾ പറയുന്നത് ടാൻജൻറ്റ് ലൈൻ എന്നാണ് പറയുക. ടാൻജൻറ്റ് ലൈൻ അതായത് ഒരു കർവിലെ ഒരു സിംഗിൾ പോയിന്റിലൂടെ ജസ്റ്റ് ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ ടാൻജൻറ്റ് ലൈൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും പി എന്ന് പറയുന്ന പോയിന്റിൽ കർവിൻ്റെ സ്ലോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സീക്കൻഡ് ലൈൻ എങ്ങനെയാണ് ഈ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക? ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്, ഈ പോയിന്റുകൾക്കിടയിലുള്ള ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതാക്കി വന്നാൽ പോരെ. ദാറ്റ് മീൻസ് ആസ് ഡെൽറ്റ എക്സ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ, ഒരു ക്വാണ്ടിറ്റി ചെറുതാക്കുക എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ക്വാണ്ടിറ്റി അപ്രോച്ചസ് ടു സീറോ, ദാറ്റ് ഈസ് സീറോയിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ചെറുതാവുന്നു എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ആസ് ഡെൽറ്റ എക്സ് or the change in x approaches to 0. നമുക്ക് ഇവിടെ എന്താണ് കാണാൻ കഴിയുക? എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് അപ്രോച്ചസ് ടു ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ. ശരിയല്ലേ? ആസ് ഡെൽറ്റ എക്സ് അപ്രോച്ചസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് divided by delta x is become the slope of tangent at p x naught y naught. പിയിലൂടെയുള്ള ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും ഈ കാണുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 f of x naught plus delta x minus f of x naught divided by delta x is the slope of tangent at p എന്ന് പറയാം. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഈ ക്വാണ്ടിറ്റിയെ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എന്നാണ് പറഞ്ഞത്. ഇതിനെ പി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ഈസ് the instantaneous rate of change. Instantaneous rate of change of f at p. ശരിയല്ലേ? പി എന്ന് പറയുന്ന പോയിന്റിലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഈ കാണുന്ന ലിമിറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന പേര് വിളിച്ചുകൊണ്ട് മാത്സിൽ അറിയപ്പെടുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിൽ
ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട്. അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് ദ instantaneous rate of change of f given by limit delta x tending to 0 f of x naught plus delta x minus f of x naught divided by delta x എന്ന്. ഇങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക the function f is differentiable. That is function f is differentiable at the point P or at x naught എന്ന് പറയും. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണ് എന്നാണ് നമ്മൾ പറയുക. ഈ കാണുന്ന ലിമിറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പറഞ്ഞതുപോലെ ഇനി ഒരു ഫംഗ്ഷൻ്റെ എല്ലാ പോയിന്റുകളിലും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷൻ എല്ലാ പോയിന്റുകളിലും ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറയും. എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ, that means f is not differentiable at least one point of f, then f is said to be not differentiable. ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയും. അവിടെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യബിൾ ആയിരിക്കും, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പോളിനോമിയൽ ഫംഗ്ഷനുകളിലും അതുപോലെ റാഷണൽ ഫംഗ്ഷനുകളിലുമെല്ലാം നമുക്ക് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡെറിവേറ്റീവ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷനുകളിലും റാഷണൽ ഫംഗ്ഷനുകളിലുമെല്ലാം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും എല്ലാ പോയിന്റുകളിലും എന്ന് കാണാം. ബിക്കോസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് നമ്മൾക്ക് പഠിച്ചിട്ടുള്ളത് പോളിനോമിയൽ ഫംഗ്ഷനുകളിൽ എല്ലാ പോയിന്റുകളിലും ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ ലിമിറ്റ് ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. റാഷണൽ ഫംഗ്ഷനുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് ജനറലായിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ജനറലായി എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിലിറ്റി പറയണമെങ്കിൽ ജനറലി എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതിയാൽ മതി. ഇവിടെ വ്യത്യാസം, ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. ഇവിടെ ജനറലായി എല്ലാ പോയിന്റുകളിലും പറയാൻ പാകത്തിന് ഡെഫിനിഷനൊന്ന് മാറ്റി എഴുതിയെന്നർത്ഥം. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഡെഫിനേഷൻ അനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കാം. ഡെഫിനേഷൻ അനുസരിച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും എഫ് ഓഫ് എക്സിൻ്റെയും ഡിഫറൻസ് എടുത്ത് പിന്നെ ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സിന് പകരം ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് എഴുതാൻ കഴിയുക. ദാറ്റ് ഈസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. ശരിയല്ലേ? അതുകൊണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കിട്ടുന്നത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനെ എക്സ് സ്ക്വയർ പ്ലസ് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
ആൻഡ് മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, ബാക്കി ഉണ്ടാവുന്നത് 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക. ഇനി അതുകൊണ്ട് നമുക്ക് ഈ റേഷ്യോ എന്താണ് കിട്ടുന്നത് നോക്കാം. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2x ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അതായത് ഇവിടെ ഡെൽറ്റ എക്സ് കോമൺ ആണ്, നമുക്കതിനെ ക്യാൻസൽ ചെയ്യാം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്നാണ് ഈ കാണുന്ന ക്വാണ്ടിറ്റി കിട്ടുക. നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ ക്വാണ്ടിറ്റിയുടെ ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറയുന്ന ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 2x പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ വേരിയബിൾ ഡെൽറ്റ എക്സ് ആണ്. നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? 2x എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എക്സ് ബിക്കം 0, ദാറ്റ് ഈസ് 2x പ്ലസ് 0 ഈക്വൽ ടു 2x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ഈ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ലെബനിറ്റ്സ് നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലെബനിറ്റ്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ലെബനിസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ഫോം ചെയ്തിരിക്കുന്ന നൊട്ടേഷൻസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ദെൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഡിനോട്ടഡ് ആസ് dy by dx or d by dx of y or d by dx of f of x ഇങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് പറയുന്നതെങ്കിൽ dy by dx എന്ന് പറയുന്ന നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തും dy by dx ദാറ്റ് ഈസ് d by dx ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ dy by dx എന്നോ ഒക്കെ പറയുന്ന ആ നൊട്ടേഷനും കൂടെ ലെബനിസ് നൊട്ടേഷനും കൂടെ നമ്മൾ ഈ കൂട്ടത്തിലൊന്ന് ഡെറിവേറ്റീവുകളുടെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഈ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് y ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ y ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈക്വൽ ടു മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0. ഇത് നമ്മൾ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ മോഡ് എക്സ് എല്ലാ പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ്. ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് y ഈക്വൽ ടു മോഡ് എക്സ്. ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ മോഡ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും ഇത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യലാണ്. ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയാൻ പറ്റുക. ഇവിടെ നോക്ക്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് എന്ന് പോസിറ്റീവ് നമ്പറുകളിലും അല്ലെങ്കിൽ 0യിലും എക്സ് എന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഫോർ ഓൾ x greater than 0, for all positive real numbers, f of x equal to x, a polynomial function, so it is differentiable. Therefore f
is implies f is differentiable. ഇനി അതുപോലെ തന്നെ for all x less than 0, that is for all negative real numbers, function is defined as f of x equal to minus x. This is also a polynomial function. ഇതും ഒരു polynomial function അല്ലേ? അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞതനുസരിച്ച് എന്ത് പറയാം? f is differentiable at every റിയൽ നമ്പേഴ്സ്. എല്ലാ റിയൽ നമ്പറുകളിലും നമുക്ക് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി പോസിറ്റീവ് നമ്പറുകളിലും ഡിഫറൻഷ്യബിൾ ആണ്, നെഗറ്റീവ് നമ്പറുകളിലും ഡിഫറൻഷ്യബിൾ ആണ്. ഇനി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നോക്കാം. എക്സ് ഈക്വൽ ടു 0യിൽ നമ്മൾ എന്താ എഴുതുന്നത്? എഫ് ഡാഷ് ഓഫ് 0 എന്നാണ് എഴുതുക. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ എക്സ് 0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് ആണ്. സോ എഫ് ഓഫ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. സോ ഹിയർ ആൻഡ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈസ് 0 എന്നാണ് കിട്ടുക. അപ്പോൾ അത് നമുക്ക് ഈ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു മോഡ്ലെസ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് കിട്ടുക. ഈ ലിമിറ്റ് എന്താണ് കിട്ടുന്നത്? ഇതെന്താണ് കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എത്രയാണ് കിട്ടിയിരുന്നത്? ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിസ് ഇസ് നോട്ട് എക്സിസ്റ്റ്. കാരണം നെഗറ്റീവ് റിയൽ നമ്പറുകളിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് -1 എന്നും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് +1 എന്നും കിട്ടുന്ന ഡിഫറെൻറ്റ് ലിമിറ്റുകളായതുകൊണ്ട് നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സിന് പകരം ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണെന്ന് മാത്രമേ മാറ്റുള്ളൂ. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻ ടു 0 മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഈസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇപ്പോൾ കിട്ടിയത്? എഫ് ഡാഷ് ഓഫ് 0 നോട്ട് എക്സിസ്റ്റ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ആൻഡ് എക്സ് ലെസ് ദാൻ 0ക്കും എക്സ് ഗ്രേറ്റർ ദാൻ 0ക്കും പോസിറ്റീവ് റിയൽ നമ്പറുകളിലും നെഗറ്റീവ് റിയൽ നമ്പറുകൾ ഡിഫൈൻഡ് ആണ്. പക്ഷേ 0യിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്നാണ് പറയുക. അതുകൊണ്ട് നമുക്കിവിടെ പറയാം എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. എഫ് ഈസ് നോട്ട് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയും. ഇംപ്ലൈസ് മോഡ് എക്സ് ഈസ് നോട്ട് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഇൻ ഇറ്റ്സ് ഡൊമൈൻ, ബട്ട് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയും. ഇവിടെയൊക്കെ കുറേ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മോഡ് എക്സിൻ്റെ ഈ ഡിഫറൻഷ്യബിലിറ്റിയാണ്. അത് ഉൾപ്പെടാതെയുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ആ എക്സാമ്പിൾസൊക്കെ ചെയ്ത് എക്സസൈസിലെ പ്രോബ്ലംസും കൂടെ നിങ്ങളൊന്ന് ഈ ഭാഗത്ത് ഹോംവർക്കായിട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.